ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നാളെ ക്ലാസ്സിലുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ December 1 ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ് ചെറിയൊരു രീതിക്ക്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അതിന് മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഷുഗർ സിസ്റ്റേഴ്സിൽ പോയി കേക്ക് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ സെലിബ്രയിലേക്ക് പോയിട്ടാണ്. സെലിബ്രേ ഓപ്പൺ ആക്കിയിട്ട് ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് സെലിബ്രയിലേക്ക് എൻ്റെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പപ്പയും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലിബ്രയിലേക്കാണെങ്കിലും ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സിസ്റ്റേഴ്സിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 2 പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അവിടെ നിന്ന് തന്നെയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പോകുന്ന സമയത്ത് മോൾക്ക് ബോറടിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി, കാരണം ഇഷ്ടപ്പെടുന്നുമില്ല. ഓരോ പരിപാടി ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴല്ലേ അതിൻ്റെ രസം. ഞാൻ ഈ ഒരു വ്ളോഗിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. പ്ലീസ് ഇഗ്നോർ ദാറ്റ്. നിങ്ങൾ വിചാരിക്കും നമ്മളെന്തോ ഈ മുറുകുത്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ. സംഭവം അതല്ല, ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോസ് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ എടുക്കണേ ഇങ്ങനെ എടുക്കണേ എന്നുള്ള. കാരണം അപ്ലോഡൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അവിടുന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെറിയൊരു പീസ് കാര്യങ്ങളൊക്കെ അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വന്ന് ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു, പാർസൽ ഏൽപ്പിച്ചു അവരെ കൊണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചൂട് ചായ എന്ന് പറഞ്ഞിട്ട് നല്ല ചായക്കടികളൊക്കെ കിട്ടുന്നൊരു സ്പോട്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ചിക്പെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ലെറ്റും കൂടി ഇവരുടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം ഫുഡ് അവിടെ നിന്നാക്കാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം അങ്ങോട്ട് തന്നെ ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. അവിടെ കയറിയപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങളെല്ലാം ഓർഡർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒന്നും കഴിക്കാതെയാണ് പോയത്, അത് വേറെ കാര്യം. ഞങ്ങൾ അവിടെ സ്റ്റാർട്ടിങ് തന്നെ പോയിരുന്നു, മെനൂസും കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾക്ക് ഇങ്ങനെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഓരോ ട്രിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ വെച്ച് ഓക്കെ ഇനി ഞങ്ങൾക്കായിരിക്കും. ആ സമയം കൊണ്ട് ഞങ്ങളൊരു ബീഫ് കപ്പ വാങ്ങിച്ചു. തീരെ ഒരു നിവൃത്തിയില്ലാഞ്ഞപ്പോഴാണ് ബീഫ് കപ്പ വാങ്ങിച്ചത്. അത് ആ സ്പോട്ടിൽ തീരുകയും ചെയ്തു. ഇത് കഴിച്ച് കഴിഞ്ഞും ½ അവർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് എത്തിയത്. ഏറ്റവും കോമഡി അതായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ അത്യാവശ്യം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. ബർത്ത്ഡേ ശരിക്കും വന്നിട്ട് December 2 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 3 ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.